ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ മന്നവന്നൂര് കുമ്പൂർ വില്ലേജിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് കുമ്പൂർ വില്ലേജ്. മന്നവന്നൂരിൽ തന്നെ ഒരു 6 കിലോമീറ്റർ ഇന്റീരിയറായിട്ട് പോയിട്ടുള്ള ഒരു വില്ലേജാണ്. അപ്പോൾ നമുക്ക് ബാക്കി വ്ളോഗിൽ കാണാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം കുഴപ്പമില്ലാണ്ട് ക്രൗഡാണ് കേട്ടോ. നമ്മുടെ ഗവൺമെൻറ് റോസ് ഗാർഡൻ അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും അതിന് ഈ റോട്ടിൽ കയറിയിട്ട് മന്നവന്നൂര്, പൂണ്ടി, കൂക്കൽ എല്ലാവരും അങ്ങോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി കേട്ടോ. മുന്നേ എല്ലാവരും ഇതേപോലത്തെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകൾ വരുന്നു പോകുന്നു, ആ മൂടല്ലാണേ. ഇപ്പോൾ പക്ഷെ എല്ലാവരും ഇന്ത്യയിൽ റോട്ട് ഇറങ്ങി തുടങ്ങി. ഫാമിലീസ് ആയാലും ഒരു ഡ്രൈവ് പിടിക്കാനായാലും എല്ലാവരും ഇങ്ങോട്ട് വന്നു തുടങ്ങി കേട്ടോ. ഗ്യാസ് വണ്ടി എല്ലായിടത്തും പനന്നൊങ്ങാണല്ലോ. പനന്നൊങ്ങിന്റെ സീസണാണോ? ഓ ഈ റോട്ടിൽ കയറിയിട്ട് എത്ര കാലം ഇഷ്ട. ഈ കാട്ടിലൊക്കെ ഞങ്ങൾ പണ്ട് കുടുങ്ങിയിട്ട് ഇഷ്ടം ഒമിനിയായിട്ട് ഞങ്ങൾ വേനൽ ലൈഫല്ല നമ്മള് ആ ഒരു മൂഡ് നടന്നതില്ലേ, അതിനുള്ള എല്ലാം നടന്നു. അവിടെ ഇൻഡക്ഷൻ കുക്കർ, അത്യാവശ്യം കുക്ക് ചെയ്യേണ്ട സാധനങ്ങൾ, പിന്നെ പാത്രങ്ങൾ, കിടക്കാനുള്ള ബെഡ്, അതേപോലെ പില്ലോസ്, പുതപ്പ്, വീരി, ഓൾ സെറ്റായിരുന്നു ഒമിനി ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ ഒമിനിയിൽ ആണല്ലോ അങ്ങോട്ടൊന്നും പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പെട്ടുണ്ട്. രാത്രി ഒരു 12:30 മണിയാകുമ്പോഴേ ഒമിനിയുടെ വീൽ ബെയറിങ് പോയി ലോക്കായില്ലേ. പിന്നെ ഞങ്ങൾ വണ്ടിയിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഫോറസ്റ്റുകാർ പിടിച്ച് നല്ല ഫൈൻ തരും. മാക്സിമം അങ്ങോട്ട് കയറാണ്ടൊക്കെ നോക്കുക, അത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ നമ്മളൊന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുമ്പൂർ വില്ലേജ്. അധികമാരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു വില്ലേജാണ്. അവിടെ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ലീസിന് എടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ. നമ്മളിപ്പോൾ നിലവിൽ ലീസില്ല നമ്മുടെ കയ്യിൽ, പക്ഷെ നമ്മുടെ ഫ്രണ്ടാണ് അതൊക്കെ നോക്കി നടത്താനെല്ലാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. അവർക്ക് പൂമ്പാറയിലും വേറൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. ആ വീഡിയോ അവിടത്തേയും ചെയ്യണം. മന്നവന്നൂരിൽ നിന്നൊരു 3.5-4 കിലോമീറ്റർ മാക്സിമം. അതായത് കൈകാട്ടി സെൻറ്ററിൽ നിന്നല്ല കേട്ടോ. ചിലർ മന്നവന്നൂർ എന്ന് വിചാരിച്ചിട്ട് കൈകാട്ടി സെൻറ്ററിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അതല്ല മന്നവന്നൂർ സെൻറ്റർ, അത് കൈകാട്ടിയിൽ നിന്ന് റൈറ്റ് എടുത്ത് പോയതാണ് മന്നവന്നൂർ സെൻറ്റർ. മീൻസ് മന്നവന്നൂർ വില്ലേജ്. മന്നവന്നൂർ വില്ലേജിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാലാണ് നമുക്ക് കുമ്പൂർ എന്ന് പറയുന്ന അത്രയും ഡീപ്പായിട്ടുള്ളൊരു വില്ലേജിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ആ പ്രോപ്പർട്ടിക്ക് എത്തണമെന്ന് വെച്ചാൽ ഒരു 3 കിലോമീറ്റേഴ്സ് അടുപ്പിച്ച് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫ് റോഡ് എൻജോയ് ചെയ്യണവർക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. പിന്നെ ഈ വഴി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓവർ സ്പീഡൊന്നും പോകാതിരിക്കുക. മാക്സിമം കറിവുകളൊക്കെ ചേർത്ത് തന്നെ എടുക്കാൻ നോക്കുക. കാരണം ഓപ്പോസിറ്റ് എന്തായാലും വണ്ടി വരും, ഡാം ഷുവറാണ്. ഇവിടുത്തെ ലോക്കൽസൊക്കെ അവർ ഇതുകൂടെ ഡെയിലി, ഇപ്പം നമ്മുടെ നാട്ടിലെങ്ങനെ ഓടിക്കണേ അതുകൂട്ട് തന്നെ അവർ ഡെയിലി ഓടിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ആ റൂട്ട്സ് എല്ലാം അറിയാം, എവിടെ എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ അവർ അതേപോലെ ജെറ്റ് ഇട്ടിട്ട് അവർ വരിക. അപ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക. വെറുതെ ടേൺസിലൊക്കെ ഓവർ സ്പീഡ് എടുത്ത് ഓവർക്രൗഡ് ആവാനും ശ്രദ്ധിക്കുക. കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. ഈ റൂട്ടിലൊക്കെ തട്ടിക്കഴിഞ്ഞാലും ഒരു കത്ത കിട്ടില്ല കേട്ടോ. ലോക്കൽസ് വേറെ സീനാണ്. പൂമ്പാറയിൽ എപ്പോൾ നോക്കിയാലും കോട കിട്ടാറുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയാണെന്തോ. പണ്ട് എപ്പോഴൊന്നാലും എവിടെ കോടല്ലെങ്കിലും പൂമ്പാറയിൽ കോട ഉണ്ടായിരിക്കും. അതെ, നൈറ്റ് ട്രാവൽ മാക്സിമം റൂട്ട് ഒഴിവാക്കണം നല്ലത്. ഞങ്ങൾ ഒരു വട്ടം പെട്ടതൊക്കെയാണ്. പിന്നെ ഇവിടെ കാട്ടുപോത്ത്, അതേപോലെ തന്നെ പൂമ്പാറ ഭാഗത്ത് ആനയുടെ ശല്യമുണ്ട്, പിന്നെ ലെപ്പേർഡ്സിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ മാക്സിമം നൈറ്റ് ട്രാവൽ ഒഴിവാക്കാൻ നോക്കുക. ഏകദേശം സോമരസം. പിന്നെ നമ്മുടെ മാക്സിസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ടയറിൻ്റെ കേസ് അടിപൊളിയാണ്. ടയർ വേറെ മൂടാണ്.
കോർണർ അടിയാനായാലും വലിയ സീനൊന്നുമില്ല. വലിയ സീനൊന്നുമല്ല, ഓക്കെയാണ് ടയർ. റൈറ്റിലൊരു കിട്ടില്ല വ്യൂ ഉണ്ട് ഗൈസ്. ഭയങ്കര ഡീപ്പാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ നോക്കിയേ. ബും. നമ്മൾ പൂമ്പാറ വില്ലേജൊക്കെ തറയുണ്ട്. ഏതാ ഡീപ്പ് വാലിയില്ലേ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പളനി വ്യൂ പോയിന്റ്. അതെ, പളനി ടെമ്പിൾ മജസ്റ്റിക് വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് പളനി കാണാൻ പറ്റുന്നാണ് പറയണേ. പളനി ഹില്ല് കാണാൻ പറ്റുന്നാണ് പറയണേ. പളനി മലൈ എന്താ ഇവിടെ മുട്ട ട്രാഫിക്കാലോ. അപ്പോൾ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് കാണാൻ കഴിയൂല ഗൈസ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു അണ്ണൻ്റെ സ്പോട്ട് ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. കിട്ടുന്ന സെറ്റപ്പ്. പുള്ളിക്കാരൊരു മലയാളിയാണ്, വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ സെറ്റിൽഡാ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ക്രിസ്മസ് ഡേ ആയതുകൊണ്ടായിരിക്കാം, അതൊക്കെ ആയിരിക്കും മുട്ടൻ തിരക്കാം. ഓഷൂ ഇവിടെ നല്ല കിട്ടില്ല വ്യൂ ഉണ്ടോ നോക്കിയ. നമ്മുടെ ഞാൻ പറഞ്ഞ അണ്ണൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നേരെ കണ്ട് മുകളിലുണ്ടോ ഒരു കല്ല് വെച്ചിട്ടൊരു സെറ്റപ്പല്ല, കല്ല് വെച്ചിട്ടൊരു വീട്. അതിലാണ് മൂപ്പര്. വർഷങ്ങളായിട്ട് മുമ്പിൽ ഇവിടെ ഉണ്ട്. ഒരു മലയാളിയാ. ഐ തിങ്ക് തൃശ്ശൂർ ബേസ്ഡ് ആണ് ആള്. പൂമ്പാറൈ അതാണ്, അതൊക്കെ പൂമ്പാറ വില്ലേജിന്റെ ഭാഗങ്ങളാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പൂമ്പാറൈ വില്ലേജ് നമ്മൾ ഇങ്ങോട്ടായിട്ട് വരുന്നുണ്ട്. പൂമ്പാറയ്ക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഒരു പൂമ്പാറ വില്ലേജിൻ്റെ ഒരു കിടിലം വ്യൂ കാണിച്ചു തരാം. എവിടെ? അത് വരാം, ആ പ്രോപ്പർട്ടി നമുക്ക് വരാം. ഇതേ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് എന്തായാലും പൂമ്പാറയ്ക്ക് വരണം, കാരണം അത് പൂമ്പാറ വില്ലേജാണ് ഗൈസ്. ആ ഹോട്ടലിൻ്റെ ബാക്കിൽ നിന്ന് ആ കിടിലനായിട്ട് ഒരു വ്യൂ കിട്ടും. ഇവിടെയൊക്കെ കാട് കത്തിയിട്ട് നോക്കി ഗൈസ്, നല്ല കത്ത് കത്തിണ്ട് കേട്ടോ. ചെറിയതായിട്ടൊന്നല്ല, ഒരു മല ഫുള്ള് സൈഡ് മൊത്തം കത്തി പോയിട്ടുണ്ട്. അതാണ് ഒരു പച്ചപ്പ് കുറവ് ഈ സൈഡിൽ നല്ല പച്ചപ്പും ഫുള്ള് കത്തിയിട്ട് നോക്കിയണ്ടോ. ഡാർക്കായിട്ട് കത്തിയിട്ട് മൊത്തം ഉണ്ടോ, അത് മൊത്തം കത്തിപ്പോയതോ. മരങ്ങളുടെ കഷ്ടമുണ്ടോ, കരി പിടിച്ചിരിക്കണുണ്ടോ. ശോകം മുന്നേ വന്നൊരു കയറ്റി വിട്ടിടുന്നില്ല. തീയായിരുന്നു, ഈ തീയിനെ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. വൻ സീനാണ് ഈ തീ. അതുകൊണ്ട് കയറ്റിയൊന്നും വിട്ടുകൊണ്ടിരുന്നില്ല. പിന്നെ മഴയൊക്കെ ഒന്ന് പെയ്ത് നോക്കിയതിൻ്റെ ശേഷമാണ് സെറ്റായത്. ഉണ്ടാവും ഫുള്ള് പച്ചപ്പ് പോയി, ഒരുമാതിരി ഡാർക്ക് കാർഡായി പോയി. നല്ല തിരക്കാണ് കഴിച്ചു. വണ്ടികളിലും ഒരു റിലീഫില്ല. മറ്റേ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം നിറച്ച വണ്ടികൾ ഈ റോഡിലാണ്. ഷോക്കാണ് ഇപ്പോൾ. നമ്മള് മന്നവന്നൂർ ലേക്ക് അതാണ് കേട്ടാ. മന്നവന്നൂർ ലേക്ക് വ്യൂ, കിടിലനൊരു ലേക്ക് വ്യൂ കാണാൻ പറ്റും വെള്ളം ഉണ്ടെങ്കിൽ. അയ്യോ, കുറച്ചുള്ളൂ ഗൈസ്. ശോകമാണ്, വെള്ളമൊക്കെ ശോകമാണ്, പച്ചപ്പും കുറവാണ്. ഇതാണ് മന്നവന്നൂർ ലേക്ക് വ്യൂ. ഓക്കെ, നിങ്ങളിതുപോലെ പണ്ട് ഏത് വണ്ടിയിലാണ് ഇന്നോവയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. നോക്കുമ്പോൾ സമയമായിട്ടുണ്ട്, ഒരു 11:30 ആയിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുക. നോക്കുമ്പോൾ ഒരു ടാക്സിക്കാരൻ, ടിയോസ് ഡിക്കിയുള്ള ടൈപ്പ്. ആ വണ്ടി ഇഷ്ടമാണ്. ഏതൊരു കോർണറിൽ, ഇതാണോ ഇതിൻ്റെ അപ്പുറം, ഏതൊരു കോർണറിൽ അങ്ങോട്ട് മറഞ്ഞിടുകയാണ്. ഏതൊരു മരത്തപ്പോൾ തങ്ങി നിൽക്കണമെന്നിട്ടാ വണ്ടി നേരെ തലകുത്തിനെ നിൽക്കണേ.
ഇവർ രക്ഷപ്പെട്ടു. ഇവർ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നൈസായിട്ട് റോട്ടിൽ കയറി നിന്നിട്ട് വരണ വണ്ടികൾ കൈ കാണിക്കുക. അങ്ങനെയാണ് നമ്മൾ നിർത്തിയത്. അൺടൈം ആയതുകൊണ്ട് ആരും നിർത്തണല്ലേ. നമ്മൾ എന്താ ചെയ്യുന്ന ലേഡി ഉണ്ട്, ഒരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പനല്ലാട്ടെ ആ വണ്ടി ഓടിക്കുന്ന ചേട്ടനുണ്ട്, ടാക്സി ആള്. അത് എന്താ കഥ എന്നറിയില്ല. നമ്മളത് കഴിഞ്ഞ് പേടിച്ചിട്ട് എല്ലാം സ്ലോ ആക്കി നിർത്തി. നോക്കുമ്പോ ഇതാണ് കഥ. വണ്ടി മറഞ്ഞിരിക്കും. നോക്കുമ്പോ വണ്ടി നമ്മൾ ബൈക്കായി ഉദ്ദേശിക്കണല്ലോ. പോയി നോക്കുമ്പോ ഇതാ ഇങ്ങനെ എൻ്റെ ഇത് മറഞ്ഞു കിടക്കുകയാണ്. എത്തിയത് ഫുള്ള് തലകീഴേ ഒരു കമ്പ് വലിയ പരത്തുമ്പോ തടഞ്ഞിക്കുക സീനേ. എന്നിട്ട് അവരെ നമ്മള് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ സെറ്റാക്കി കൊടുത്തു. അതേപോലെ കൈകാട്ടി സെന്ററിൽ ഒരു ചിക്കൻ കട ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ചില്ലി ചിക്കനൊക്കെ വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. കൈകാട്ടി സെന്ററിൽ ഒരു ചില്ലി ചിക്കൻ കട ഉണ്ട്. അവിടെ നമുക്ക് 50 രൂപ 100 രൂപയ്ക്ക് നല്ല ചില്ലി ചിക്കൻ അപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരും. ഓ ഒടുക്കാത്ത ടേസ്റ്റ് സാധനം. വേറെ മൂടണത് കാണിച്ചു തരാം പറ്റുകയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. പടച്ചോനെ അയ്യോ ഫോർച്ചു അതല്ല ഇടിച്ചതാ HR വണ്ടി. നമ്മള് കൈകാട്ടി എത്ര ഇട്ടാ കൈകാട്ടി കൈകാട്ടിന്ന് റൈറ്റ് പോയാണ് മന്നവന്നൂർക്ക് എത്തുക. മന്നവന്നൂർക്ക് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഗെയിൻ ഉള്ളിലോട്ട് പോയാലാണ് നമ്മൾ കുമ്പൂരിലോട്ട് എത്തുള്ളൂ. ഓക്കെ മന്നവന്നൂർ 1.6 കിലോമീറ്റർ റൈറ്റ്. അതിനോട് കൈകാട്ടി സെന്റർ നിങ്ങളിപ്പോൾ മന്നൂർ വരുമ്പോൾ മാക്സിമം പെട്രോൾ അടിച്ചിട്ട് വരാൻ നോക്കുക. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിലും ഇവിടെ ബ്ലാക്കിന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അതേപോലെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്, ഫോണിൽ നിങ്ങളുടെ ഫണ്ട് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലിക്വിഡായിട്ട് ക്യാഷ് വേണം, ഇപ്പോൾ ടാസ്മാക്കിലായിക്കോട്ടെ ഈ പറഞ്ഞ പുള്ളിക്കാരനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇതാണ് പുള്ളിക്കാരൻ്റെ ഷോപ്പ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണെങ്കിലും അങ്ങോട്ട് ജീപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ് ക്യാഷ് തരും. ആൾക്കൊരു 30 രൂപ 40 രൂപ എക്സ്ട്രാ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ജീപ്പേ വർക്കാവണമെന്നില്ല, നെറ്റ്വർക്ക് പ്രോബ്ലം വരും. പിന്നെ അതുപോലെ അവരുടെ അടുത്തും ജീപ്പേ ഉണ്ടാവണമെന്നില്ല താഴത്തെ ഷോപ്പുകളിൽ. സോ ലിക്വിഡ് ക്യാഷ് ആവശ്യം വരും. ഒന്നെങ്കിൽ നിങ്ങൾ ATM എടുക്കാൻ നോക്കുക. ATM ഇല്ലാത്തവർ ഈ ചേട്ടൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആൾ ചെറ്റ് ചെയ്ത് തരും. പിന്നെ അതേപോലെ പെട്രോൾ കിട്ടുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ പെട്രോൾ മാക്സിമം അടിച്ചിട്ട് വരാൻ നോക്കുക. അതർവൈസ് ഇല്ലാത്തവർ ഈ ഗ്യാസ് കുറ്റിരിക്കണുണ്ടോ, ഇതിനുള്ളിക്കാണ്ട് ഇറങ്ങി പോയിട്ട് ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ലിറ്റർ വേണമെങ്കിലും പെട്രോൾ ആൾ തരും. പൈസ കൊടുത്താൽ മതി, വേറെ ഒരു പ്രോബ്ലം ഇല്ല. ഡീസലും കിട്ടും, പെട്രോളും കിട്ടും. അതെ, അതുപോലെ ടാസ്മാക്കിനോടെ ഗൂഗിൾ പേ ചെയ്യാൻ കാര്യങ്ങളൊന്നും നടക്കില്ല, ഓൺലി ലിക്വിഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ മന്നവന്നൂർ റോട്ടിലാണ് ടപ്പ് ഉള്ളത്. മന്നവന്നൂർ വില്ലേജ്. മോശമാണ് ഇത് ഈ മന്നവന്നൂർ വരെ ആൾക്കാരെ എത്താറുണ്ട് കേട്ടോ. മന്നവന്നൂര് പിന്നെ നൈസായിട്ട് മാജിക് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മന്നവന്നൂർ പിന്നെ എത്താറുണ്ട്. മന്നവന്നൂരിൻ്റെ അപ്പുറം കുമ്പൂർ വില്ലേജിക്ക് അങ്ങനെ അധികം ആൾക്കാർ എത്താറില്ല. പുറം ലോകം അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയണവർക്ക് അറിയാം, അല്ലാതെ ഇപ്പോൾ വൈറൽ സ്പോട്ടും അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല, മനസ്സിലായി. പക്ഷെ കിടിലൻ സ്പോട്ടാണ് കിടിലൻ സ്പോട്ടാണ് ഗൈസ്. പിന്നെ അതേപോലെ തന്നെ അവിടെ കിടിലൻ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ടർഫോൾസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുതല്ല, കിടിലൻ സാധനം. 1000 അടി വെള്ളച്ചാട്ടം ഞാൻ പറയുന്നത് തന്നെ. അത് അതിൻ്റെ മുകളിൽ നമുക്ക് മറ്റേ ജോഗ് ഫാൾസിൻ്റെ മുകളിൽ പോയി കിടക്കില്ല നമ്മൾ, അതുപോലെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ പോയി കിടക്കാം. അതൊക്കെ ഹിഡൻ സാധനങ്ങളാണ്. അതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഉള്ളൂ കുമ്പൂര്. പുറം ലോകത്തിക്കാൻ അറിയാത്ത സാധനങ്ങൾ അതൊക്കെ. മോശമാണ്. നോക്കി ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കോട്ടെ നിങ്ങൾ, വേറെ സീനായിരിക്കും. ഇതാണ് മന്നവന്നൂർ വില്ലേജ്.
ഒരു മലയുടെ മണ്ട മൊത്തം വില്ലേജ് അല്ലേ, ഫുൾ സ്റ്റെപ്പ് കൾട്ടിവേഷൻ ഉണ്ടൊക്കെ ഫുൾ ഇവിടെ. ഈ മന്നന്നൂർ വില്ലേജിൽ നിന്ന് യു ടേൺ എടുത്ത് ഇറങ്ങി പോണതാണ് നമ്മുടെ കുമ്പൂർ വില്ലേജ്. ഓക്കെ, ഇതാണ് മന്നന്നൂർ വില്ലേജ് ആർച്ച്. ഇവിടെ നമ്മൾ യു ടേൺ നേരെ താഴ്ത്തിക്ക്. അതെ, ഈ വില്ലേജ് വരെ ബസ് ഉണ്ട് കേട്ടോ. ഈ മന്നന്നൂർ വരെ ഇവിടെ വരെ എത്തും ബസ്. ശരിക്കും മന്നവന്നൂർ എന്നുള്ള വില്ലേജിന്റെ ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പടി ഇവിടെ അല്ല, അത് ഈ ഭാഗത്തെ എവിടെയാണ് ആയിരിക്കണ ബോർഡാണെന്ന് തോന്നുന്നു. മന്നവന്നൂർ എന്നുള്ള ബോർഡ്, ശരിക്കുള്ള ബോർഡ് ഞാൻ കാണിച്ചു തരാം. അത് മന്നവന്നൂരിന്റെ ഉൾവശങ്ങൾ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളിലോട്ടാണ് കഴിച്ച് നമുക്ക് ഇനി പോകുന്നത്. ഫുൾ സ്റ്റെപ്പ് കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു പോണ വയ്ക്കണ്ടല്ലോ, ഒരു മലയുടെ മണ്ടയ്ക്ക് ഒരു കിണർ. ആ മലയുടെ മണ്ടയിൽ വേറെ ഒന്നുമില്ല, മലയുടെ ടോപ്പിലൊരു കിണർ, അത് മാത്രം ഇതാ കാണുന്നു. ആ സംഭവം ഭയങ്കര സൈഡിൽ കാണാൻ. മലയുടെ മണ്ട, അതിന് മുകളിലൊരു കിണർ, അതിനുള്ള വേറെ സംഭവങ്ങളൊന്നുമില്ല. കൃഷി മാത്രം, കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ടല്ലേ, കാണുമ്പോൾ ഒരു കൗതുകം. തൊഴുത്തടത്, തൊഴുത്ത് പഴയ ബ്രിട്ടീഷ് ഹട്ട് പോലെ ഉണ്ട്. ഇവിടെയൊക്കെ പുതിയ ഹട്ടുകൾ വരാണല്ലോ, അല്ലെങ്കിൽ പുതിയ സെറ്റപ്പ് വരുവാണല്ലോ. പുതിയ സ്റ്റേ ഓപ്ഷൻസ് ഒക്കെ വന്നു തുടങ്ങി കുമ്പൂര്. ഓ, ഇതും അതെ കിഡിലൊരു വ്യൂ പോയിന്റ് ആണ് കൈസ്. വേറെ മൂടെന്ന് പറഞ്ഞാൽ വേറെ മൂഡ് കാണിച്ചു തരാം. നേരെ പോയി അങ്ങോട്ട് പോയിട്ടോ. അതിലൊക്കെ ഓരോ സ്റ്റേകളൊന്നും കേട്ടോ, പൊരിച്ചു നല്ല പുരോഗമനമുണ്ട്. ഇവിടെ ഞങ്ങളുടെ പ്രോപ്പർട്ടി ഉള്ള സമയത്തുണ്ടല്ലോ, നമ്മുടെ അടിക്ക് വരുന്ന ഗസ്റ്റിന്റെ ഒഴുക്ക് കണ്ടിട്ട് ഇവിടുത്തെ ലോക്കൽ ബിസിനസ് പഠിച്ചു. പിന്നെ അവരുടെ വീടിന്റെ സൈഡിൽ എല്ലാം ഒരേ കട്ട് സെറ്റപ്പ് ആക്കി തുടങ്ങി. ഇത് അതുപോലത്തെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഇത് പണ്ട് നമ്മൾ ചെറിയ കയ്യിലായിരുന്നു ഈ പ്രോപ്പർട്ടി. പിന്നെ ഇതിന്റെ ഓണർ ഇതിന്റെ ബിസിനസ് മനസ്സിലാക്കി, മൂപ്പര് സ്വന്തമായിട്ട് തന്നെ ചെയ്തു. അതെ, അങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സമയത്ത്. ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടി വേറൊരു പ്രോപ്പർട്ടി മാത്രം, വേറെ ആളില്ല ഇവിടെ. നമ്മുടെ അത്യാവശ്യം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് വരുന്ന ആ ഗസ്റ്റുകളാണ് നമുക്ക്. അതും അത്യാവശ്യം ഗസ്റ്റുകൾ നടന്നു കേട്ടോ. പക്ഷെ ആ ഗസ്റ്റുകളുടെ ഒഴുക്ക് കണ്ടപ്പോഴേ ലോക്കൽസും ഓണേഴ്സൊക്കെ ഇത് കൊള്ളാലോ പരിപാടി, അങ്ങനെ അവർ കളി പഠിച്ചു. ഇപ്പം എല്ലായിടത്തും ഉണ്ടോ, ഒട്ടുമിക്ക കുമ്പൂർ വില്ലേജിൽ ഒട്ടുമിക്ക എല്ലാ സ്പോട്ടുകളിലും സ്റ്റേക്കുള്ള ഓപ്ഷൻസ് ആയി. അത് പക്ഷെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ലോട്ട് ഓഫ് സ്റ്റേ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാലോ. മറ്റേന്ന് പറയുമ്പോൾ ഇവിടെ ഈ 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. റോഡൊക്കെ വളരെ മോശമായിരിക്കണം. ഇവിടെ വേറെ സ്പോട്ട് ഉണ്ട്. നമ്മൾ വിചാരിക്കും വഴി തീർന്നു പോയിന്ന്, പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടോ വഴിയില്ല, ഫ്രണ്ടിക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ അടുത്തെത്തുമ്പോൾ വഴി കഴിയുന്നില്ല. കൈസ് ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ കാറിലൊക്കെ വരുമ്പോൾ പ്ലഗ് ആവും. എന്തത് എവിടെയൊക്കെ പോണ കൊക്കയൊക്കെയോ, നേരെ ഫ്രണ്ടിൽ കാണുന്ന കൊക്കയാണല്ലോ. നമ്മളങ്ങനെ കുമ്പൂര് വില്ലേജ് എത്തി കൈസ്. ഓ, നല്ല ഫുള്ള് ഗസ്റ്റാലോ, ഫുള്ള് വണ്ടി ഉണ്ടല്ലോ. ഈ കിടക്കണ കാറുകളൊക്കെ നമ്മളോടേക്ക് വന്നുള്ള ഗസ്റ്റുകളാണോ ഈ വണ്ടികൾ മൊത്തം.
ആയിരം വണ്ടികളൊക്കെ അബ്രോഡേക്ക് വന്നുള്ള ടെസ്റ്റുകൾ തന്നെയാ. പിന്നെ നമുക്ക് എവിടേക്ക് പോകണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളീ നമ്മുടെ പ്രോപ്പർട്ടി എവിടെ നിൽക്കുന്നത് കാണിച്ചു തരാം. പ്രോപ്പർട്ടി കിട്ടില്ല. ആ കാണുന്ന മലയില്ലേ, അതിൻ്റെ അടിയിൽ ആ ഭാഗത്തായിട്ട് നമുക്ക് എത്തണം കൈസ്. അത് വഴി ഇത് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ പോയി അതിനുള്ളിൽ കൂടെ അങ്ങനെ കയറി പോകണം. കുമ്പൂർ വില്ലേജ് ഏതാ ബ്യൂട്ടി അല്ലേ? ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ. പിന്നെ അപ്പുറത്തേക്ക് ഇനി വഴിയില്ല, കഴിഞ്ഞു. എന്താണ് അവിടെ നമുക്ക് പോകേണ്ട സ്ഥലം? ഓൾമോസ്റ്റ് ഇത് അവിടേക്ക് ആയിട്ട് വരും കൈസ്. നമുക്ക് പോവാം. നമ്മളിവിടെ നിന്ന് ഓഫ് റോഡ് ഇറങ്ങാൻ പോവാണ് കൈസ്. തൃശ്ശൂര് ചങ്ങരംകുള. ആ ശരിടാ, നമ്മളിനി ഓഫ് റോഡ് ഇറങ്ങാൻ പോവാണ്. എന്താ എന്തോ പിടിക്കാനൊന്നും ആരുമില്ലല്ലോ, സോളോ കളിയാ. മണ്ണൊക്കെ ഡ്രൈ ആണെന്നാണ് പറഞ്ഞത്. വെറ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ബൈക്ക് പോയിട്ട് മനുഷ്യന്മാർ പോയിട്ട് കുതിരയ്ക്ക് പോയി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെറ്റ് കണ്ടീഷനിൽ. സോയിൽ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീപ്പും ബൈക്ക് എക്സ്പോൾഷനും നമ്മൾ പ്ലാറ്റിനെ വരെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഡ്രൈ കണ്ടീഷനിൽ. വെറ്റായി കഴിഞ്ഞാൽ മക്കളെ അയ്യോ വേറെ സീൻ. അവിടെ ഭയങ്കര പശുള്ള ടൈപ്പ് മണ്ണായതുകൊണ്ടേ അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് കുമ്പൂർ വില്ലേജിൻ്റെ കവാടം. ഓക്കെ, ഇവിടെ മറ്റേ കാളപ്പൂരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓഫ് റോഡ് പോകേണ്ടത് ഈ വഴിയാണ്. സാധനങ്ങൾ പിന്നെ വാങ്ങിച്ചിട്ട് പോകാന്ന് വെച്ചിട്ടാ. ഗൂഗിൾ പേ അമ്പോ തലേവര് നമ്മുടെ സ്ഥിര ആളാട്ടോ. നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള സാധനങ്ങളൊക്കെ പുള്ളിയുടെ അടുത്ത് വാങ്ങിക്കാറ്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇവിടുന്ന് ഇറങ്ങണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഓഫ് റോഡാണ് ഗൈസ്. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗം. ഇവിടെ ഒന്നും സീനില്ല, കുറച്ച് കഴിയുമ്പോൾ സീനാവും. ചിലപ്പോൾ മഴ പെയ്യാത്ത സ്ഥിതിക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും നോക്കാം നമുക്ക്. അയാളും കയറ്റ കുറച്ച് നേരമല്ലേ, കെട്ടി പറഞ്ഞ് വീഴും. എന്തായാലും നോക്കാം, കയറിയിരിക്കാൻ പറയാം. കയറ്. വേഗം മുട്ട സീനായിട്ടല്ലേ. ഇവിടെ ഞങ്ങൾ മുന്നത്തെ ന്യൂ ഇയറിന് കഴിച്ചു ബൊലേറോയിൽ സ്പീക്കർ കൊണ്ടിരുമ്പോൾ ഞങ്ങളുടെ വണ്ടിയാ മറിഞ്ഞില്ലേ. ബൊലേറോ ഫുൾ ലോഡ് പിക്കപ്പ്. ഇവിടെ വെച്ചാ വണ്ടി സൈഡാവതി. ഞാനൊക്കെ ചാടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കൊക്കേല. സെളി അത്യാവശ്യം ഡ്രൈ ആണ്. വലിയ കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമില്ലാന്നല്ല, കുഴപ്പമില്ല. അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് കിടക്കണേ. അണ്ടാവ് കുഴികൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മഴ പെയ്താലും അണ്ടാവ് കുഴികൾ ഉണ്ടാവാറ്. മഴ പെയ്ത് വെള്ളം ഒലിച്ച് മണ്ണൊക്കെ പോയിട്ടേ കല്ലുകൾ മാത്രവും ബഡ കുഴികളാവും. അതെൻ്റെ മുന്നത്തെ വ്ളോഗിലുണ്ടാവും. മുന്നത്തെ വ്ളോഗിൽ ഞാൻ പലചരക്കായിട്ട് ഇവിടേക്ക് സാധനങ്ങളായിട്ട് വാങ്ങാൻ പോണതും അല്ലാണ്ട് പാനേഴ്സ് വെച്ച് നമ്മൾ ഡോമിനറായിട്ടൊക്കെ അടിക്കുന്നതൊക്കെ ഈ സ്ഥലം തന്നെ. ഇവിടെ ഇറങ്ങിക്കോ, മുട്ടറക്ക. ചിലപ്പോൾ ചവിട്ടിയാൽ നിൽക്കില്ല. വലിയ സീനില്ല.
തിരിച്ച് കയറ്റാൻ രസമാണ്. ഇറക്കണം ഡൗൺ ഹില്ല് വളരെ ശോകം വരും. എനിക്ക് ഭയങ്കര പേടിയാണ് ഡൗൺ ഹില്ല്. കയറ്റാൻ പിന്നെ നമ്മൾ ഇത്ര ഓട്ടോ എടുത്ത് അങ്ങനെ പിടിച്ചിരുന്നാൽ മതിയല്ലോ, സാധനം കയറും. അഡ്വഞ്ചർ 250. കയറാൻ സാധനം കയറ്റാൻ സുഖമാണ്. ഇറങ്ങുമ്പോഴാണ് പക്ഷെ വേറെ സീൻ. ഇങ്ങനെ വിട്ടുകൊടുത്താൽ മതി. ഇനി കുറച്ചൊരാളെ കയറ്റാം. ഇനി കുറച്ചേരത്തിന് വലിയ സീനില്ല. ലെറ്റ്സ് ഗോ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോർഷൻ വലിയ ഹാർഡല്ല ഗൈസ്. കുതിരച്ചാണം. ഇത് കുതിര തൊഴുത്തുണ്ടെങ്കിലും മുകളിൽ അത് തെറിച്ചു. ഫക്ക് നോക്കിയേ, വെള്ള ഷൂ മൂഞ്ചി. കയറ്റം കയറാൻ സുഖമാണ്. ഇങ്ങനെ കഷ്ടിലിട്ടിട്ട് ഇങ്ങനെ 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 പമ്പ് ചെയ്ത് കൊടുത്താൽ മതി. അയ്യോ, വണ്ടി അങ്ങോട്ട് വെക്കോളും. ഇറക്കിറങ്ങുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. ഇരിക്കണോ? ഏയ് la 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 la. ഓ, ഇത് ഇവിടെ ഇറങ്ങിക്കോട്ടോ. വേടക്ക് ഇറങ്ങാട്ടോ. നോക്ക്, ടാസ്ക് സെക്ഷൻ തുടങ്ങിട്ടോ. അത്യാവശ്യം ടാസ്ക് ഉണ്ട്. ഡൗൺ ഹില്ലേ പറഞ്ഞില്ലേ, സീനാ. തിരിച്ച് കയറാൻ രസാ. സദമാൻ ഹെ. ഇങ്ങനെയല്ലോട് ഇങ്ങനെ എടുക്ക്. സീനാണ് ഗൈസ്, സീനാണ്. അയ്യോ, എട്ടാം കല്ലിങ്ങട്ടാലോ. എൻ്റെ മോനെ, ബാക്കിൽ തന്നെ അപ്പം പ്രാഗുണ്ടാവും എന്നുള്ളൊരു മൂടില്. അയ്യോ വിട്ടു, എൻ്റെ മോനെ. നിർത്തല്ലേ നിർത്തല്ലേ.
പറവല്ലേ ഒന്നും പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം. അയ്യോ ചെറിയൊരു പടവൻ, കുഴപ്പമില്ല, സ്വാഭാവികം. ഞാൻ വിചാരിച്ചു തന്നെ ഇടിച്ചു കേട്ടാ, അത് തൻ്റെ അടുത്തേക്ക് വന്നത് വണ്ടി. ഞാനാണെങ്കിൽ മൊബൈലിൽ കൂടെ കാണുന്നത്. അങ്ങനെ വലിയൊരു ടാസ്ക് കഴിഞ്ഞു. ഇറങ്ങി തുടങ്ങിട്ടോ കോട്ടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. വലിയൊരു കല്ലിങ്ങട്ട ടാസ്ക് കിടന്നു, അത് വലിയ സാധനമാണെന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് പറഞ്ഞ റിവർ ക്രോസിങ്ങാ, അത് വലിയ സീനില്ല. അതെ, അവിടെ ചില നമുക്ക് ഒന്ന് കൺഫേം ആക്കാൻ പറ്റുള്ളൂ. അത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് അടിക്കാം. കേരള തണ്ണി ആ റിവർ ക്രോസിങ് ആയിട്ട് നമുക്കൊരു മല ഹൈക്ക് ചെയ്യാണ്ട്. ആ മലയുടെ മുകളിലേക്ക് എത്തണം. നമുക്ക് മുകളിലേക്കല്ല, ഒരു മുക്കാൽ ഭാഗം എത്തണം. മഴ പെയ്താണല്ലോ ഇപ്പീ കിടക്കണ മണ്ണാക്കില്ലേ, ഇതൊക്കെ പശയാ. പക്ഷേ കാല് വെച്ചാ രണ്ട് സൈഡിക്കാ. ഇതായില്ല. ഇറങ്ങിക്കോ. ആ ഇത് കിടക്കടോ. ആ അവിടത്തെ കുഴിയാണോ പറയണേ? ഇതാണ് കടക്കാള റിവർ ക്രോസ് ഗൈസ്. നമ്മൾ ഞാട്ടാ JCB കൊടുന്ന് കല്ലിട്ട് ഈ ലെവലിലാക്കി എടുത്തേ. എന്താ അവസ്ഥ ഒന്ന് ക്രോസ് ചെയ്യാം, എന്നിട്ട് വണ്ടി കടന്നാം. റിവർ ക്രോസ്
ഞങ്ങൾ റിവർ ക്രോസിങ് കടിച്ചു, ലഗേജ് വെച്ച് കെട്ടി. അവർ 3 പേര് എന്നാ പറ്റും. ഗോപ്രോ ഡെഡ് ഗൈസ്. ഇത് നൈസൊരു ട്രാക്കാണ്. ഗോപ്രോ ഡെഡായി ഗൈസ്. നമ്മൾ കയറിക്കൊണ്ടിരിക്കണം. മുട്ടനൊരു മല കേട്ടത്, അത് നടന്നു തന്നെ ഉണ്ട്. ഇതിപ്പോഴല്ലാട്ട് ഈ ട്രാക്കിങ് ഓടിക്കേണ്ടത്, മഴക്കാലത്ത് ഈ ട്രാക്ക് ഓടിക്കണം. വശൂ മുട്ടനൊരു ട്രെയിനാണ് കഴിച്ചത്, വേറെ മൂട് സീനാണ്. ഓടിച്ചോണ്ട് പോവാം. നമ്മൾ പ്രോപ്പർട്ടി എത്തി ഗൈസ്.